കുണ്ടറയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ തവണ UDF LDF നിന്ന് പിടിച്ചെടുത്ത മണ്ഡലമാണ് കുണ്ടറ. PC വിഷ്ണുനാഥ് മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തിയത് സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ അപ്സെറ്റ് ആയിരുന്നു, ഒരു അട്ടിമറിയായിരുന്നു. കുണ്ടറ PC വിഷ്ണുനാഥിനെ നിലനിർത്താൻ കഴിയുമോ? ആദ്യം നമുക്ക് കുണ്ടറയിൽ PC വിഷ്ണുനാഥിന് എത്ര മാർക്ക് എന്നറിയണം. മാർക്ക് 70.58. സംസ്ഥാന തലത്തിൽ 45ാമത്തെ റാങ്കും ഉണ്ട് PC വിഷ്ണുനാഥിന്. അതായത് ആ ഒരു ടെമ്പോ വിഷ്ണുനാഥ് നിലനിർത്തുകയാണ്. ചെങ്ങന്നൂരിൽ നിന്നും പാഠം പഠിച്ചതായിരിക്കും അല്ലേ? അതെ. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്നു ജയിച്ചു, പക്ഷെ അവിടെ തന്നെ അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ളത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് വലിയ തിരിച്ചടി ഉണ്ടാക്കി. UDF വലിയ, കാരണം അവർക്ക് ഒരു സർക്കാർ രൂപീകരിക്കുന്നതിൽ ഭാഗമാവേണ്ട ഒരു സീറ്റാണ് ചെങ്ങന്നൂർ. അപ്പൊ ആ സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം പിന്നെ കിട്ടിയിട്ടേ ഇല്ല ആ സീറ്റ്. അപ്പം അദ്ദേഹം കുണ്ടറയിൽ പോയി ഈ 5 വർഷക്കാലം മണ്ഡലം നന്നായി നോക്കി എന്നുള്ളതിന്റെ റിസൾട്ട് തന്നെയാണ്. കുണ്ടറ ഈ പറഞ്ഞുകൊണ്ട് ഇരു മുന്നണികൾക്കും തുല്യമായ ശക്തിയുള്ള മേഴ്സിക്കുട്ടി 30,000-ൽ പരം വോട്ടുകൾ അത്രയും വലിയ മണ്ഡലമാണ്. അപ്പൊ അവിടെ PC വിഷ്ണുനാഥിന് ഈ മാർക്ക് കിട്ടുന്നെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം ചെങ്ങന്നൂരിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മണ്ഡലം നന്നായി ശ്രദ്ധിച്ചു, അവിടെ ഇടപെട്ടതിന്റെ റിസൾട്ടാണ്. അദ്ദേഹത്തിന് ആശ്വസിക്കാവുന്ന മാർക്കും റാങ്കുമാണ്. PC വിഷ്ണുനാഥിന് സന്തോഷിക്കാവുന്ന മാർക്കും റാങ്കുമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി കുണ്ടറ ഞാൻ പറഞ്ഞതുപോലെ 2016 വലിയ വിജയം LDF നേടി. എന്നാൽ 2021 അത് UDF തിരിച്ചുപിടിച്ചു. ഈ തവണ എന്ത് സംഭവിക്കും? എന്താണ് കുണ്ടറ ചിന്തിക്കുന്നത്? UDF തന്നെ 49.5. LDF സംബന്ധിച്ച് 40.60 ഉള്ളൂ. 8.95 ലീഡുണ്ട് അവിടെ. അതെ, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള കരുനാഗപ്പള്ളി കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ UDF കംഫർട്ടബിൾ ആയി ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ മൂഡില് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഒന്നായിക്കൊണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയമായിട്ട് കുണ്ടറ ലെഫ്റ്റ് ജയിക്കേണ്ടതാണ്. പക്ഷേ വിഷ്ണുനാഥ് വ്യക്തിപരമായിട്ട് ജെർമിയാസ് അവിടെ ജയിച്ചിട്ടില്ലേ? അവിടെ ഇല്ല മത്സരിച്ചിട്ടുള്ളൂ അല്ലേ? വിഷ്ണുനാഥിന് ഒരു മുൻതൂക്കം ഇപ്പോൾ സർവേ പറയുന്നുണ്ട്. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MAV പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. അതെ. അപ്പൊ ഇപ്പം നിലവിൽ 8.95% ഒരു മുൻതൂക്കം കുണ്ടറയിൽ വിഷ്ണുനാഥനുണ്ട്. അത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കിട്ടിയതാണ്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് ക്യാമ്പുകളെ ഷോക്കായി ഒരു പരാജയപ്പെട്ട മന്ത്രിമാരല്ലേ, വളരെ ഒരു അപ്രതീക്ഷിത. അന്ന് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ഈ ട്രോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടാവുന്നു. അപ്പം വിഷ്ണുനാഥിനെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ അവിടെ അദ്ദേഹത്തിനെതിരെ മത്സരിപ്പിക്കേണ്ട സ്ഥാനാർത്ഥികളെ പറ്റി ചർച്ച നടക്കുന്നു. ഒരു സേഫ് ആണെന്ന് തന്നെ പറയാം. കൊല്ലത്ത് UDF കോൺഗ്രസിന്റെ ഒരു സേഫ് സീറ്റായി കുണ്ടറ മാറുന്നു എന്നുള്ളതാണ് കോറിന്റെ അഭിപ്രായ സർവേ ഫലം.